ഹലോ ഗൈസ്, ഇപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ ഗൈസ്, ഇന്ന് നമ്മുടെ ഫാമിലേക്ക് കുറച്ച് അതിഥികൾ വരുന്നുണ്ട്, കുറച്ച് ഗസ്റ്റുകളുണ്ട്. സോ ആ ഗസ്റ്റുകൾ ആരൊക്കെയാണ്, എന്തിനൊക്കെയാണ് വരുന്നതെന്നുള്ളത് ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സോ അതിലേക്ക് പോവാം. അതിന് മുമ്പ് നമ്മളിവിടുത്തെ സംഭവങ്ങളൊക്കെ അടിപൊളിയായി നിൽക്കുന്നത്. നമ്മുടെ കുക്കുംബർ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ബാക്കി കാണിച്ചു തരാം. സോ ഗൈസ്, ഇവരാണ് നമ്മൾക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള ഗസ്റ്റ്. സോ ഇവരിത് കാര്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചറിഞ്ഞ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ ആ സാറും മാഡം ഒക്കെ വന്നത് അവർക്ക് ഫാമൊക്കെ കണ്ട് അന്ന് മനസ്സിലാക്കാനും അവർക്ക് പുതിയൊരു ഫാം ഖത്തറിൽ തുടങ്ങാൻ വേണ്ടിയാണ്, അവർ കാണാൻ വേണ്ടിയാണ് വന്നത്. സോ ഇതുപോലത്തെ ഒരു സെറ്റപ്പ് അവർക്ക് ഖത്തറിൽ തുടങ്ങാൻ വേണ്ടി. സോ അവർ ഓൾറെഡി എക്സ്പോർട്ടിങ് ആ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ എത്രമാത്രം പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും, അവർക്ക് അവിടെ പോയി ചെയ്യുമ്പോൾ അത്രയും മാത്രം പ്രൊഡക്ഷൻ അവർക്ക് അവിടെയുള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനും, പിന്നെ ഇവിടുത്തെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ സെറ്റപ്പൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് അവർ വന്നത്. അങ്ങനെ അവർ വന്ന് പോയിട്ടുണ്ട്. ഇനി അടുത്ത ആൾ വരുമ്പോൾ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഈ ചേച്ചിയാണ് കേട്ടോ നമ്മുടെ സെക്കൻഡ് ഗസ്റ്റ്. ചേച്ചിയും വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടുത്ത ആളും വന്നിട്ടുണ്ട്. സോ ഈ ചേച്ചിനെ പറഞ്ഞയച്ചത് ആക്ച്വലി കൃഷിഭവൻ എന്ന് പറഞ്ഞയച്ചതാണ്. സോ അവർക്ക് ഈ ഒരു ഏരിയയിലുള്ള കൃഷിഭവനിൽ ഹൈഡ്രോപോണിക് യൂണിറ്റിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആർക്കും ആ ഹൈഡ്രോപോണിക്സിനെ കുറിച്ച് ഒരു ക്ലാസ് കൂടാൻ വേണ്ടി ആ ചേച്ചി ചോദിച്ചു പോയതാണ്. സോ അവിടെ നമുക്കറിയാലോ, സോ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലായാലും കൃഷിഭവൻ്റെ ഭാഗമായിട്ടായാലും ക്ലാസ്സുകളും കാര്യങ്ങളും ഒന്നും തന്നെ നടക്കുന്നില്ല. സോ അങ്ങനെ അവർ നമ്മുടെ ഇത് മുമ്പ് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ആ ഒരു കൃഷി ഓഫീസേഴ്സ് എല്ലാ ഈ ഏരിയയിലുള്ള കൃഷിഭവൻസിലൊക്കെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഏതൊരു കൃഷിഭവൻ്റെ പേര് ഞാൻ ആക്ച്വലി മറന്നുപോയി. അപ്പോൾ അവിടുന്ന് അവർ ആദ്യം എന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു ആൾ ഹൈഡ്രോപോണിക് യൂണിറ്റ് കാണുമെന്ന് പറഞ്ഞു. കാണാൻ വന്നോട്ടെ ചോദിച്ചു. ഓഫ് കോഴ്സ് കാണാൻ വന്നോളൂ. അങ്ങനെ വന്നതാണ് ഈ ചേച്ചി. സോ ഈ ചേച്ചി ആക്ച്വലി ഹൈഡ്രോപോണിക്സിനെ കുറിച്ച് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒരു ക്ലാസ് കൂടാൻ വേണ്ടിയ ഒരു സെറ്റപ്പിലായിരുന്നു. സോ അതില്ലാത്തതുകൊണ്ട് നമ്മുടെ അടുത്ത് നേരിട്ട് വന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. ആള് ഒരു സിവിൽ എഞ്ചിനീയറാണ്, പക്ഷേ ആൾക്ക് കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ട് വീട്ടിൽ കുറച്ച് കൃഷി കാര്യങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നു. സോ ആൾക്കത് കുറച്ചുകൂടി ലാർജ് സ്കെയിൽ ആക്കാനായിട്ടുള്ള രീതിയിലുള്ള സെറ്റപ്പ് അറിയാൻ വേണ്ടിയാണ് വന്നത്. ബട്ട് ആക്ച്വലി ആളുടെ ഒരു ഐഡിയ അനുസരിച്ച് ആൾക്ക് ഇതുപോലെ ഹൈഡ്രോപോണിക് യൂണിറ്റിൻ്റെ സെറ്റപ്പ് ശരിക്കും ആവശ്യമില്ല. ആൾ ഉദ്ദേശിക്കുന്നത് തക്കാളി അങ്ങനെ നമുക്ക് നോർമൽ പച്ചക്കറി സാധനങ്ങളൊക്കെ ചെയ്യാനാണ്. അപ്പോൾ എൻ്റേതായ കുറച്ച് സജഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ആളെന്താവും എന്നുള്ളത് ആൾ ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫോട്ടോസോ എന്തെങ്കിലുമൊക്കെ അയച്ചു തരാനെങ്കിൽ അറിയാൻ സാധിക്കും. സോ അങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഗസ്റ്റ് വന്നുള്ളതായ കാര്യങ്ങൾ. ഇനിയിപ്പോൾ വാലിഡേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരു ഗസ്റ്റും കൂടി നമുക്ക് വരുന്നുണ്ട്. സോ ഗൈസ്, നമ്മുടെ ലാസ്റ്റ് ഗസ്റ്റും കൂടി വന്നു പോയിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ഗസ്റ്റ് വന്നപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ ഇവിടെ സോയിങ്ങിലായിരുന്നു. സോ സോയിങ്ങിൻ്റെ ഇടയിലാണ് വന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ എഴുന്നേറ്റ് പോയി. സോ ഫോണെടുത്ത് വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പ് കിട്ടിയില്ല ഗൈസ്. സോ അങ്ങനെ വാലിഡേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നൊരു ആളായിരുന്നു. സോ ആൾക്ക് ഇതൊക്കെ കണ്ടതിനപ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നി. അങ്ങനെ വാലിഡേഷൻ സർട്ടിഫിക്കറ്റിനുള്ള കാര്യങ്ങൾ നമ്മുടെ ഫാമിൻ്റെ ഓണറായിട്ടുള്ള സാറിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് ആൾ പോയി. അങ്ങനെ കുറച്ചധികം ഗസ്റ്റുകൾ വന്ന ദിവസമായിരുന്നു ഇന്ന് ഗൈസ്. അങ്ങനെയാണ് കാര്യങ്ങൾ. സോ 2 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. സോറി ഗൈസ്, ഞാൻ ഒന്നും വിചാരിക്കരുത്. കുറച്ചധികം നമുക്കിവിടെ ഫാമിലത്തെ പണി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയ കഴിയുമ്പോഴേക്കും വീട്ടിലുള്ള പണികൾക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ പോലും കാര്യങ്ങളൊക്കെ ആയിട്ട് വൻ തിരക്കായിരുന്നു. 1 മിനിറ്റ് ഇരിക്കാൻ പറ്റില്ലാത്ത പോലെ. ഇവിടുന്ന് പണി കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുമ്പോൾ 6-6:30 ആകും. അത് കഴിയുമ്പോൾ നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ പോയിട്ട് പിന്നെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 9-10 ആകും. പിന്നെ തിരിച്ച് വീണ്ടും നമുക്ക് അടുത്ത ദിവസം രാവിലെ ഇങ്ങോട്ട് വരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ കിടന്നുറങ്ങും, ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, വീണ്ടും വരുന്നു. സോ ഈ ഒരു പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ് 2 ദിവസമായിട്ട്. അതുകൊണ്ട് കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഇല്ലാണ്ടിരുന്നത്. സോ സോറി ഗൈസ്, ഇനി തൊട്ട് വീഡിയോസ് വരുന്നതായിരിക്കും. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. ആൻഡ് ഒരു വലിയ അപ്ഡേറ്റ് കുറച്ച് നാളുകൾക്ക് ശേഷം അടുത്ത ആഴ്ചത്തേക്കുള്ളിൽ വലിയൊരു അപ്ഡേറ്റ് വരാനുണ്ട് ഗൈസ്. സോ എന്തായാലും അത് പറയാം. എന്തായാലും ഇപ്പോഴത്തേക്ക് ഇതൊക്കെയാണ് നടന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നാളെ അടിപൊളി വ്ളോഗ് ആയിരുന്നു. എല്ലാവർക്കും ബൈ.